ഇന്നലെ രാത്രി മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായിട്ട് അമ്മ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായിട്ട് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നുകിൽ കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ കൊണ്ടിരിക്കുകയാണ് എന്നും പറയാം. ഇതിലേത് വാക്കായാലും കുഴപ്പമില്ല. എന്താണ് സംഭവം? മുൻപ് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് പറയാനാണ് ഇത്തരം വാക്യങ്ങൾ ഉപയോഗിക്കുന്നത്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി പ്രസന്റിലും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു, തുടരുകയാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നോക്കൂ, മേൽപ്പറഞ്ഞ വാക്യങ്ങൾ എങ്ങനെയാണ് പറയുക എന്ന് നമുക്ക് നോക്കാം. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് പറയുക? It has been raining. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ നേരമായി കുട്ടി കരയുകയാണ്, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെ പറയാം? Baby has been crying. Baby has been crying. അച്ഛൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Father has been driving. അവൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്, പാട്ടുപാടിക്കൊണ്ടേയിരിക്കുകയാണ്. She has been singing. അവർ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്യുകയാണ്. They have been dancing. They have been dancing. കുട്ടികൾ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Children have been playing. ഈ വാക്യങ്ങളിലെല്ലാം പൊതുവായി കാണുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? has been or have been. പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതായത് ing ഫോം ഓഫ് ദ വെർബ്, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പത്തിൽ നമ്മൾ പറയാറുള്ള V4 രൂപം. ഇനി നമുക്ക് ഈ ടെൻസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സ്ട്രക്ചർ നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് has been or have been പ്ലസ് verb പ്ലസ് ing പ്ലസ് object. ഓക്കെ, ഇനി ഈ ടെൻസിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്, സിൻസ് ആൻഡ് ഫോർ. സിൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക സമയം മുതൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് സിൻസ്. സിൻസ് 8 AM, 8 മണി മുതൽ. സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ. സിൻസ് ലാസ്റ്റ് വെനസ്ഡേ, കഴിഞ്ഞ ബുധനാഴ്ച മുതൽ. ഓക്കെ, അപ്പോ സിൻസ് ഉപയോഗിച്ചുള്ള വാക്യങ്ങൾ നോക്കൂ. It has been raining since last night. തലേ ദിവസം രാത്രി മുതൽ മഴ പെയ്തുകൊണ്ടിരുന്നു, ഇപ്പോഴും മഴ പെയ്യുകയാണ്. He has been driving since 2 PM. അദ്ദേഹം 2 PM മുതൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നിർത്തിയിട്ടില്ല. They have been working since morning. അവർ രാവിലെ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
Manu and Manchu have been working since 2017. മനുവും മഞ്ജുവും 2017 മുതൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. My friends have been waiting since 7:30 AM. എൻ്റെ കൂട്ടുകാർ 7:30 മുതൽ രാവിലെ 7:30 മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഫോർ. ഫോർ എന്ന് പറഞ്ഞാൽ എ പീരിയഡ് ഓഫ് ടൈം പറയാൻ, ഒരു പ്രത്യേക കാലത്തോളം, സമയത്തോളം, ഇത്ര ദിവസമായിട്ട്, ഇത്ര വർഷമായിട്ട് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഫോർ. ഫോർ 8 years, 8 വർഷത്തോളമായിട്ട്. ഫോർ 5 hours, 5 മണിക്കൂറായിട്ട്. ഫോർ 2 days, 2 ദിവസമായിട്ട്. ഇനി ഫോർ ഉപയോഗിച്ച് പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഉദാഹരണങ്ങൾ നോക്കൂ. It has been raining for half an hour. അരമണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. He has been driving for 2 hours. അദ്ദേഹം 2 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They have been working for 7 years. അവർ 7 വർഷക്കാലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. My friends have been waiting for 3 months. 3 മാസത്തോളമായിട്ട് എൻ്റെ കൂട്ടുകാർ എന്നെ കാത്തിരിക്കുകയാണ്. ഇനി ഈ ടെൻസിൽ നെഗറ്റീവ് സെന്റൻസുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മറ്റെല്ലാ ടെൻസുകളെയും പോലെ തന്നെ ഓക്സിലറി വെർബിനോട് കൂടി നോട്ട് ചേർത്താൽ നെഗറ്റീവ് സെന്റൻസ് ആയി മാറും. ഇതിലെ ഓക്സിലറികൾ ഏതൊക്കെയാണ്? ഹാസ് ഓർ ഹാവ്. പിന്നെ ഒരു ബീനും കൂടി അവിടെ കാണുന്നുണ്ട് അല്ലെ? എല്ലാ സെന്റൻസുകളിലും ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ എന്നുണ്ട്. ഈ ബീൻ ഓക്സിലറി അല്ല കേട്ടോ, അത് ടു ബി എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ ഓക്സിലറി ഏതാണ്? ഹാസ് ഓർ ഹാവ്. ഹാസ് ഓർ ഹാവിന്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കുമ്പോൾ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല, ഇപ്പോഴും അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ ഫോം ചെയ്യാൻ കഴിയും. ഈ ഉദാഹരണങ്ങൾ നോക്കൂ. അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. He has not been driving. He hasn't been driving. അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ ഇപ്പോഴും അവൾ ഡാൻസ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. She hasn't been dancing. അവർ കളിച്ചുകൊണ്ടിരിക്കുകയല്ല. They haven't been playing. They have not been playing. ഇവിടെയെല്ലാം നോക്കൂ, ഹാസിന്റെയും ഹാവിന്റെയും കൂടെയാണ് നോട്ട് ചേർത്തിരിക്കുന്നത്. ഇനി യെസ് ഓർ നോ ചോദ്യങ്ങൾ. എങ്ങനെയാണ് യെസ് ഓർ നോ ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്? ആദ്യം ഒന്നാമതായിട്ട് ഓക്സിലറി വെർബുകളെ മുന്നിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് വരണം.
മൂന്നാമതായിട്ട് ടു ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളായ ബീൻ വരണം. നാലാമതായിട്ട് മെയിൻ വെർബ്, അതായത് ഇവിടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ING ഫോം ഓഫ് ദ വെർബ് വരണം. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ഹാസ് ബീൻ റെയിനിങ് there? അവിടെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാസ് ഹി ബീൻ ഡ്രൈവിംഗ്? അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാവ് ദേ ബീൻ പ്ലേയിങ്? അവർ കളിച്ചു കൊണ്ടിരിക്കുകയാണോ? ഈ ഉദാഹരണങ്ങൾ കൂടി നോക്കൂ. ഹാവ് ദേ ബീൻ ഡാൻസിങ്? അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഹാവ് ദേ ബീൻ സ്വിമ്മിങ്? അവർ നീന്തിക്കൊണ്ടിരിക്കുകയാണോ? ഹാസ് ഹി ബീൻ ഡ്രോയിങ്? അവൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണോ? ഹാസ് ഇറ്റ് ബീൻ സ്ലീപ്പിംഗ്? അത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഈ വാക്യങ്ങളിലെല്ലാം നോക്കൂ. ആദ്യം വന്നത് ഹാവ് ഓർ ഹാസ്. രണ്ടാമതായി വന്നത് ദേ, ഹി, ഇറ്റ് തുടങ്ങിയ സബ്ജക്റ്റുകൾ. മൂന്നാമതായിട്ട് ബീൻ. ബീൻ എന്ന് പറയുന്നത് ടു ബി എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി നാലാമതായിട്ട് വന്നത് എന്താണ്? ഡാൻസിങ്, സ്വിമ്മിങ്, ഡ്രോയിങ്, സ്ലീപ്പിംഗ്. അതായത് മെയിൻ വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇനി WH ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? WH ക്വസ്റ്റ്യൻ വേർഡ് ഒന്നാമതായി കൊണ്ടുവരുന്നു. രണ്ടാമതായിട്ട് ഓക്സിലറി വെർബ്. മൂന്നാമതായിട്ട് സബ്ജക്റ്റ്, തുടർന്ന് ബിൻ, അതിനുശേഷം പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഉദാഹരണങ്ങൾ നോക്കൂ. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് there? നിങ്ങൾ അവിടെ എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നു? അടുത്തത്, ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്? അവൾ എത്ര നേരമായിട്ട് അവിടെ ബസ് കാത്തു നിൽക്കുന്നു? ഹു ഹാസ് ബീൻ ഹെൽപ്പിംഗ് യു വിത്ത് യുവർ വർക്ക്? ആരാണ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ സഹായിക്കുന്നത്? ഈ ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ സ്ട്രക്ചർ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറികൾ, നെഗറ്റീവ് സെന്റൻസ് എങ്ങനെയുണ്ടാക്കാം, ചോദ്യങ്ങൾ എങ്ങനെയുണ്ടാക്കാം എന്നെല്ലാം പഠിച്ചു. അപ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വാക്യങ്ങളെ പോലെയുള്ള കൂടുതൽ വാക്യങ്ങൾ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇത്തരം വാക്യങ്ങൾ ഉൾക്കൊള്ളിക്കാനും ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സംസാര ഭാഷ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ബൈ.